ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാണല്ലോ, നമ്മളിവിടെ പാട്ടയൊക്കെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ പണ്ട് നമ്മൾ വാങ്ങിച്ചതിൻ്റെ കുറച്ച് മിച്ചം വരുന്ന കുറച്ച് പാസ്ത ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പാസ്തയാണ് ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മറ്റേ സ്പ്രിങ് പോലത്തെ സാധനം, പിന്നെ ഒന്ന് മറ്റേ നമ്മുടെ കുഴല് പോലത്തെ, അതായത് നമ്മുടെ ബെൻഡ് പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്ന ബെൻഡില്ല അതുപോലത്തെ സാധനം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇന്നൊരു പാസ്ത മസാല വെജിറ്റബിൾ സാധാ പാസ്ത മസാല. അപ്പൊ നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാസ്ത ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. സ്വന്തം ഉപ്പ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് ഒരു കുറച്ച് എണ്ണ, കുക്കിംഗ് ഓയിൽ. ഇതെന്തിനാന്ന് വെച്ചാല് പാസ്ത എല്ലാം കൂടെ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ട. അതന്നെ ഇച്ചിരി പശയുള്ള സാധനം. ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇതൊരു 3/4 ഭാഗം വേഗം ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അടുക്കി പിടിക്കും, പൊട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീയങ്ങ് കൂട്ടി വെച്ച് അതൊരു 3/4 ഭാഗത്തോളം വെന്തത്. എല്ലാവരുടെയും വീട്ടില് മാസം അവസാനം ആകുമ്പോഴത്തേക്കിന് നമ്മൾ പാട്ട തപ്പുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ നമ്മൾ മാസമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ലാവശ്യമായിരിക്കും, എല്ലാം ഭയങ്കര സംഭവമായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് അറിയത്തില്ല, എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെ മാസം അവസാനം ആകുമ്പോഴത്തേനും പാട്ട തപ്പുമ്പോ പല പല സാധനത്തിന്റെ ഇച്ചിരി പണ്ടൊക്കെ വാങ്ങിച്ച സാധനം കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മാറ്റി അടുത്ത ദിവസം എടുക്കാന്നൊക്കെ പറഞ്ഞു വെക്കും. അങ്ങനെ വെച്ചിട്ട് ഇന്ന് നമ്മൾ തപ്പിയപ്പോ കിട്ടി. പക്ഷെ അത് കിട്ടിയത് അപ്പൊ നമുക്കിതൊന്ന് പകുതിയല്ല, ഒരു 3/4 വേവാണ്. എന്നിട്ട് പിന്നെ ഇനി ബാക്കി അത് എല്ലാം കൂടെ ചേർക്കുന്ന സമയത്ത് വേണം ബാക്കി വെന്തെടുക്കാൻ. അപ്പൊ ഇവരിത് വേകട്ടെ. അപ്പൊ നമുക്കിനി ബാക്കി ഇതിന്റെ ഉള്ള ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ ആ ഒരു താമസം. അപ്പൊ ഇതൊന്ന് വേകട്ടെ. അപ്പൊ ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇത് രണ്ടും വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഊറ്റി തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി ഇതിന്റെ പശയെല്ലാം കളഞ്ഞെടുക്കാവേ. നമ്മള് പാസ്തയൊക്കെ നമ്മള് മറ്റേ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇല്ല. അതിന്റെ പശയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ 2 ടൈപ്പ് സ്പ്രിങ്ങും പിന്നെ നമ്മുടെ മറ്റേ PVC പൈപ്പ് പോലത്തെ സാധനം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇച്ചിരി വലിയൊരു സംഭവമാണ്. അതിന്റെ അകത്തായിട്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സാധാരണ കുക്കിംഗ് ഓയിലാണ്. നമ്മൾ ഇതിന് വെളിച്ചെണ്ണ വേണ്ട. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് നമ്മള് 2 തക്കാളി പഴുത്തത് ഇട്ട് കൊടുക്കാം. ഇളക്കി കേട്ടാം. ഇത് ഈ ചേരുവകളൊക്കെ എളുപ്പമാണ് നമ്മൾ ചേർക്കുന്നത്. തക്കാളി മാത്രം ആദ്യമേ ഇട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം നമ്മൾ ഇനി എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി, ഒരു 5 ചെറിയ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി. നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇപ്പം ഇഞ്ചിക്ക് 250, 300, 250 അല്ല 400 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട് ഇപ്പം ഇഞ്ചിക്ക് കിലോയ്ക്ക്. എന്നാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റൂലല്ലോ, ഇഞ്ചിയൊക്കെ നമ്മുടെ അത്യാവശ്യമുള്ള. എന്ത് നമ്മൾ ഭക്ഷണം റെഡിയാക്കുകയാണെങ്കിൽ ഇഞ്ചിയാണ് നമ്മുടെ ഒരു മെയിൻ സാധനമാണ്. ഇതൊന്ന് നന്നായിട്ട് ഒത്തിരി അങ്ങ് എന്താ പറയുന്നത് വളർന്നു പോകരുത്. അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ശൈലിയും വേണം. എന്നാൽ നമുക്ക് അത് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടുള്ള കൊടുക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചതച്ച മുളക് ചേർത്ത്. അപ്പം ഇതിനി എരി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എരി ഇടാതെ കൂടുതൽ ചതച്ച മുളകൊക്കെ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു മുളക് ചതച്ചെടുക്കാം. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ സംഭവം വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം വേണ്ട. തക്കാളി അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയൊന്നും നമ്മൾ പക്ഷെ വഴറ്റിയല്ല എടുക്കുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ചൈനീസ് ഡിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ആ സവോളയൊക്കെ അതിന്റെ ഒരു പച്ചപ്പ് മാറാതെ തന്നെ വേണം. അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രുചി നമുക്ക് കിട്ടും.
പിന്നെ അത് നമ്മൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് ഇച്ചിരി വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ക്യൂബ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലെയിം ഉണ്ട്, കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ പാസ്ത വേകുന്നത് മാത്രമേ ഉള്ളൂ ഇച്ചിരി നേരം എടുക്കുന്നത്. ബാക്കി കുക്കിംഗ് ടൈം എല്ലാം വളരെ എളുപ്പമാണ്. പിന്നെ ഇത് അരിയുന്നത് ഒരു പരിപാടിയാണ്. അത് ഓരോ ആൾക്കാർ അരിയുന്ന അനുസരിച്ചിട്ടിരിക്കും അല്ലേ. നമുക്കൊക്കെ അരിയാൻ നല്ല സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ സവോള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത സാധനം നമ്മുടെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിംല മിർച്ചി, അതായത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടമുളക് അല്ലേ. അപ്പൊ അത് നമ്മളിവിടെ ഷിംല മിർച്ചി എന്നാണ് പറയുന്നത്. ഭയങ്കര ഇന്ത്യക്കാരല്ല കോട്ടസാറുകൾ. അത് നമുക്ക് ഇതിട്ട് കൊടുക്കുക. അത് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂബിൻ്റെ മലയാളം ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ കടായി ഉണ്ടല്ലോ, കടായിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കടായി വലുതില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സാധനത്തിന്. അപ്പം നമ്മുടെ പച്ചക്കറി എല്ലാം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി വെന്ത് വേണ്ട. അപ്പം നമുക്കിനി സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രീൻ ചില്ലിയുടെ സോസാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഗ്രീൻ ചില്ലി സോസ് അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. ടീച്ചർ കുറച്ചോക്കാം. ഇത് നമ്മുടെ സോയാ സോസാണ്. സോയാ സോസ് നമ്മൾ ഈ സോയാ സോസ് ചേർത്തിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ. കാരണം സോയാ സോസിന് അത്യാവശ്യം ഉപ്പുള്ളൊരു സാധനമാണ്. അപ്പം അത് ചേർത്തിട്ട് വേണം നമുക്ക് അവസാനം വേണം നമുക്ക് ഉപ്പ് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് വേണം. അപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് നമ്മൾ ടൊമാറ്റോ ആയിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് സോസായിട്ട് കൂടെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്ത ഇതുണ്ടല്ലോ ഒരുപാട് വേഗരുത്. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രുചി മാറിപ്പോകും. വെള്ളം ഇട്ട് കൊടുക്കുക. ഇനി എല്ലായിടത്തും ആ സോസുകളെല്ലാം ഒന്ന് ആക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇനി നമുക്ക് ചെയ്യാം. മിക്സ് ചെയ്യാൻ ഇത് നമുക്ക് നന്നായിട്ടൊന്ന്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ, ഉള്ളിത്തണ്ട്, ഒരു മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം. സോസൊക്കെ കുറെ കൂടെ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാം. സോയാ സോസൊക്കെ ഉണ്ടല്ലോ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറൊക്കെ കിട്ടും. നല്ല കളറും അതിൻ്റെ ഒരു രുചിയും ഒക്കെ മുൻപന്തിയിൽ നിൽക്കും. ഉപ്പും ഒക്കെ അപ്പം അതിൻ്റെ അനുസരിച്ച്. ഒരു മിനിറ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്കൊരു ഉപ്പ് ചേർക്കണം. സോയാ സോസിൻ്റെ സ്വാഭാവികമായ ഉപ്പുണ്ട്. ഉപ്പൊരു നമ്മളോട് ചേർക്കാം അല്ലേ. അപ്പം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ അതെ നമുക്ക് സ്വല്പം ഉപ്പൂടെ അങ്ങോട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാര്യം സോയാ സോസിന് അത്യാവശ്യം നമുക്ക് ഉപ്പുള്ളതാണ്. അപ്പം അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കണം. അപ്പം എല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ, അതായത് നമ്മുടെ കാന്ത സാധനം. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ട് ഉള്ളിത്തണ്ട് തന്നെ നമുക്ക് വെതറി ചിതറി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് ഒരു സ്വല്പം മല്ലിയില ഇളക്കിക്കും. അപ്പം ഇതെല്ലായിടത്തും ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിത്തണ്ട് എല്ലായിടത്തും ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മല്ലിയില ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ മല്ലിയില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷനാണ്. അതായത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം.
ചില ആൾക്കാർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതെ, എല്ലാ സാധനവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ, അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഉപ്പ് നോക്കാം. എന്നിട്ട് നമുക്ക് അത് എരിയില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നേരം നമുക്ക് നമ്മുടെ രാത്രിയിലൊക്കെ സാധാ എന്നും നമ്മൾ ഒരേ ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇതിന്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചതച്ചമുളക് ഇടണമെങ്കിൽ ഇടാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം പോലെ നമുക്കൊക്കെ ചെയ്യാം. നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ വേണേലും കഴിക്കാം. കാര്യം വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുന്നത് പുറത്തൊക്കെ പോയി ആഹാരം കഴിക്കുന്ന പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണല്ലോ. അപ്പോൾ ആ വൈകുന്നേരങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ അടുക്കളയിലോട്ട് കയറുക. എന്നിട്ട് ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു രസമാണ് അല്ലേ? നമ്മുടെയൊക്കെ പരിപാടി അതൊക്കെയാണ്. നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് അടുക്കളയിലോട്ട് കയറും. മറ്റേ ആന കരിപ്പ് കയറി എല്ലാം അങ്ങോട്ട് ചെയ്ത് സംഭവം റെഡിയാക്കുക, കഴിക്കുക. നമുക്കൊരു സന്തോഷവും എന്താ പറയുന്നത് അതിന് ഒരു പ്രത്യേക രസം അതൊക്കെ. അപ്പൊ അതുപോലെ അത് തന്നെ ഭയങ്കര സംഭവമാണ് അതൊക്കെ. അപ്പൊ അതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് നമ്മുടെ താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷവും കാണുന്നത് നിങ്ങൾക്കും ഒരു സന്തോഷവും. പിന്നെ കൂടാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, ഒന്ന് ലൈക്കും ഒക്കെ ചെയ്ത് അതെ ആ സാധനമൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അധികം മായമൊന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കാം. നമുക്കിപ്പോൾ ഹോട്ടലിലൊന്നും പോയി കഴിക്കണമെന്നൊന്നും വലിയ ഹോട്ടലിലൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. നമ്മുടെ വീട്ടില് ഹോട്ടലിലെ എല്ലാ ഭക്ഷണവും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് തയ്യാറാക്കി അതേ രുചിയിൽ നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് അടുത്ത പുതിയ രുചിയുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.